സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒന്നാം ഘട്ടത്തിലാണ് ബി.ജെ.പി. പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ടാം ഘട്ടം വരാനിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ? ബി.ജെ.പി. ദേശീയ ജനാധിപത്യ സഖ്യവും നല്ല ആത്മവിശ്വാസത്തിലാണ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒന്നാം ഘട്ടം കഴിഞ്ഞു. 47 മണ്ഡലങ്ങളിലേക്കുള്ള ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ ഘടകകക്ഷികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടിക നാളെയോടുകൂടി പ്രഖ്യാപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതായാലും നാളത്തോടുകൂടി മുഴുവൻ സ്ഥാനാർത്ഥികളും രംഗത്ത് വരാൻ വേണ്ടി പോവുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ആദ്യഘട്ടം നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ദേശീയ നേതാക്കന്മാരുടെ സാന്നിധ്യം കേരളത്തിലുണ്ടാകും. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ എല്ലാ മണ്ഡലങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളായിട്ടും ഇപ്രാവശ്യം എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും സജീവമായി പരിഗണിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് അവസരം നൽകിയിട്ടുള്ളത് ബി.ജെ.പി. ആണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സ്ഥാനാർത്ഥികളായി വന്നിട്ടുള്ളതും ബി.ജെ.പിയിലാണ്. സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ടവർ ഈ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് എന്നുള്ളതും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുമ്പാകെ ആത്മവിശ്വാസത്തോടു കൂടി സമീപിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാ വിഭാഗക്കാരും ഉണ്ട്. ഇപ്പോൾ താങ്കൾ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കുകയാണ് സ്ഥാനാർത്ഥിത്വം. എന്തുകൊണ്ടാണ് അങ്ങനെ മാറി നിൽക്കാനുണ്ടായിട്ടുള്ളത്? അല്ല, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും മത്സരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ചില ആളുകളെങ്കിലും മാറി നിൽക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെയും പ്രചരണത്തിൻ്റെയും ചുമതലയാണ് പാർട്ടി എനിക്ക് നൽകിയിട്ടുള്ളത്. അത് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ തവണ 35 സീറ്റുകൾക്ക് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഭരണത്തിൽ വലിയ നിർണായക ശക്തിയാണെന്ന് പറഞ്ഞു. നിയമം സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തവണ എന്താണ് ബി.ജെ.പിയുടെ ഒരു പ്രതീക്ഷ? ബി.ജെ.പി. കേരളത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ശക്തിയായി മാറുമെന്നതിലാണ് ഞങ്ങൾ പ്രതീക്ഷ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണം. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം കേരളത്തിൽ വരണമെന്നാണ്. അതിനാണ് പരിശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നല്ല മത്സരമാണുള്ളത്. ഞങ്ങൾ LDFനും UDFനും എതിരായിട്ടുള്ളൊരു ബദൽ ശക്തിയായി മാറാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ആ പരിശ്രമം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അതുകൊണ്ട് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള ശക്തിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുകയാണ്. ജോർജ് കുര്യൻ്റെ സ്ഥാനാർത്ഥിത്തിനെതിരെ ദേശീയ ന്യൂനപക്ഷ മോർച്ചയുടെ ഭാരവാഹി എന്ന രംഗത്ത് വരുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളുണ്ടോ? ഇപ്പോൾ തിരുവനന്തപുരം സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നു, ആറന്മുള ഒഴിച്ചിട്ടിരിക്കുന്നു. ആ സീറ്റുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തർക്കങ്ങളൊന്നുമില്ല. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ 47 പ്രഖ്യാപിച്ചു എന്നേ ഉള്ളൂ. അത് ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. ബാക്കി ഇപ്പം നാളെ പ്രഖ്യാപിക്കും. അതുകൊണ്ട് തർക്കങ്ങളൊന്നുമില്ല. ചില മണ്ഡലങ്ങളിൽ വളരെ വേഗത്തിൽ തീരുമാനമെടുക്കാൻ സാധിച്ചതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ചില മണ്ഡലങ്ങൾക്ക് ഞങ്ങൾക്ക് മറ്റുള്ള സ്ഥാനാർത്ഥികൾ ആരാണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് ചില അങ്ങോട്ടും ഇങ്ങോട്ടും ചില നീക്കുപോക്കലുകൾ നടത്തേണ്ടി വരും. അപ്പോൾ അതുകൂടി UDF കൂടി പ്രഖ്യാപിക്കട്ടെ എന്ന് കാത്തിരിക്കുകയാണ് ചില മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ധാരാളം ആളുകൾ മത്സരിക്കണം, സ്ഥാനാർത്ഥികളാകണമെന്ന് ആഗ്രഹമുണ്ടാകും. ഒരു മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും. എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ചില അസ്വസ്ഥതകളുണ്ടാകും. ആ അസ്വസ്ഥതയായിട്ട് മാത്രമേ ഞാൻ ഈ പ്രസ്താവനകളൊക്കെ കാണുന്നുള്ളൂ.